അതിനു മുമ്പേ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്കാതെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ലോകിവൈദ്യമേ കൊടുക്കുന്ന കർത്താവെ സഹായിക്കുന്ന ദൈവമേ അവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാനും തന്നെ അത് ജീവിതത്തിൽ തന്നെ ഉപയോഗപ്പെടുവാനും ദൈവമേ എങ്ങനെ ക്രിസ്തീയ ജീവിതം തരുന്നതൊക്കെ നയിക്കാനുള്ളത് തന്നെ മനസ്സിലാക്കുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. അപ്പോൾ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാം? അതിനെ നമുക്ക് യോശുവ 1-ാം അധ്യായം എടുക്കാം. യോശുവ 1:2. എന്റെ ദാസനായ മോശ മരിച്ചു, ആകിയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകും. ഇവിടെ നമ്മൾ കാണുന്നത് മോശ മരിച്ചിരിക്കുകയാണ്. യഹോവയുടെ ദാസനായ മോശ മരിച്ചു. അടുത്തതായി ഇസ്രായേലിനെ നയിക്കാൻ വേണ്ടി യോശുവയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് യോശുവയ്ക്ക് ഉള്ള ഒരു പർപ്പസ്. യോശുവയുടെ പർപ്പസാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം യോശുവയെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് യോശുവയെ ഇസ്രായേൽ മക്കളിനെ നയിക്കുവാൻ ആണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾക്ക് ആദ്യം എടുത്തത്. നമ്മൾ എന്തിനാണ് ദൈവം വിളിച്ചത്, ദൈവം എന്താണ് നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, നിങ്ങളുടെ മുള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളെയാണ്. ഇവിടെ യോശുവ ആ വാഗ്ദത്തം വിശ്വസിച്ച് പൂർണ്ണമായി വിശ്വസിച്ചു, അവർക്കത് കിട്ടുകയും ചെയ്തു. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ മനസ്സിലാക്കുകയും അത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യണം. പിന്നെ അടുത്തതായി 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്റെ ദാസനായ മോശ എന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇവിടെ നമ്മൾ കാണുന്നത് യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന ന്യായപ്രമാണമാണ്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നമ്മൾ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഈ 3 നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയണം, ദൈവം നമുക്ക് എന്ന വാക്യത്തിന് നമ്മൾ മനസ്സിലാക്കണം, അത് വിശ്വസിക്കണം. പിന്നെ ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ദൈവമക്കളാണ്. അപ്പോൾ നമ്മൾ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ദൈവത്തോടുള്ള നമ്മുടെ ഉദ്ദേശം എന്താണ്? ദൈവം തരുന്ന പ്രോമിസസ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.